തമിഴ് സിനിമാ ലോകത്ത് കുറേ കാലമായി പ്രചരിക്കുന്ന ഒരു അഭ്യൂഹമാണ് നടനും ടി.വി.കെ സ്ഥാപക നേതാവുമായ വിജയും നടി തൃഷയും തമ്മിൽ പ്രണയത്തിൽ ആണെന്നത്. ഇരുവരും തമ്മിലുള്ള വിവാഹം ഉടൻ ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. നടി കീർത്തി സുരേഷിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗോവയിലേക്ക് വിജയും തൃഷയും ഒരുമിച്ചാണ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങിയത്. അന്നു മുതലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണെന്നും ഒരുമിച്ച് കഴിയുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് ജീവൻ വെക്കുന്നത്. പിന്നീട് അത് വ്യാപകമായി പടരുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുകയാണ് BJP. തൃഷയെ വിട്ട് പുറത്തു കടന്നാൽ മാത്രമേ വിജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് BJPയുടെ പരിഹാസം. BJPയുടെ നേതാവ് നയനാർ നാഗേന്ദ്രനാണ് വിജയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. വിജയ് ഒരു പാവമാണ്, അയാൾക്ക് ഒന്നും അറിയില്ല, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് യാതൊരു അനുഭവ സമ്പത്തുമില്ല. തൃഷയുമായുള്ള ബന്ധത്തിൽ നിന്ന് മോചിതനായാൽ മാത്രമേ അയാൾക്ക് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഒരു സംസ്ഥാനത്തെ നയിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം കുടുംബ ബന്ധങ്ങൾ ശരിയാക്കുകയും മറ്റുള്ള മഹാന്മാരായ നേതാക്കൾ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തത് എങ്ങനെയാണെന്ന് പഠിക്കുകയും വേണം. ഇതാണ് നയനാർ നാഗേന്ദ്രൻ വിജയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു കോഴിയെ പിടിക്കാൻ വീടിൻ്റെ മേൽക്കൂരയിൽ കയറാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ, ആകാശത്തിലേക്ക് എത്താൻ സാധിക്കുക? എല്ലാത്തിനും അനുഭവ പരിചയം വേണം. ഒരു പാത്രത്തിനുള്ളിൽ ഉള്ളത് മാത്രമേ അതിൽ നിന്നും പുറത്തേക്ക് ഒഴിക്കാൻ കഴിയൂ എന്നും നയനാർ പറഞ്ഞു. 32% വോട്ട് വിഹിതം എന്ന ടി.വി.കെയുടെ അവകാശവാദങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഒരു സിനിമാ നടനായതുകൊണ്ട് മാത്രം 32% വോട്ട് അയാൾ നേടുമെന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? വിജയകാന്ത് വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചിട്ടും അത് വോട്ടുകളായി മാറിയില്ല. ഒരു പ്രയോജനവും അദ്ദേഹത്തിന് ഉണ്ടായതുമില്ല. അന്തരിച്ച നടൻ വിജയകാന്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഓർമ്മിപ്പിച്ചുകൊണ്ടും നാഗേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വിജയ് ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. ഹനുമാനെ പോലെ ഒരു പർവ്വതത്തിന് മുകളിലൂടെ ചാടാൻ കഴിയുമെന്ന് എനിക്കും അവകാശപ്പെടാം. പക്ഷേ അത് സാധ്യമാണോ? അയാൾക്കൊരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നും നയനാർ നാഗേന്ദ്രൻ പറഞ്ഞു. നേരത്തെ DMK നേതാവ് പനീർ സെൽവവും വിജയ് തൃഷ ബന്ധത്തെ പരിഹസിച്ചിരുന്നു. ടി.വി.കെയിലെ തൃഷയെ ഉദ്ദേശിച്ചുള്ളതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം. എന്നാൽ ഇത്തരം പരിഹാസങ്ങളോട് വിജയോ തൃഷയോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതിന് തൊട്ടുമുമ്പ് റിലീസായത് ഗോട്ട് എന്ന സിനിമയാണ്. ഗോട്ടിൽ ഒരു ഡാൻസ് രംഗത്തിൽ തൃഷ വിജയുടെ ഒപ്പം പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഗില്ലി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ പാട്ടിൽ തൃഷയും വിജയും ചെയ്ത സ്റ്റെപ്പ് ഗോട്ടിൽ ആവർത്തിച്ചതും വളരെ ശ്രദ്ധേയമായിരുന്നു. ഗില്ലി, കുരുവി, തിരുപ്പാച്ചി, ആത്തി എന്നീ ചിത്രങ്ങൾ സൃഷ്ടിച്ച കോംബോ അവസാനമായി ഒന്നിച്ച ചിത്രം ലിയോ ആയിരുന്നു. വിജയുടെ നായിക വേഷത്തിലാണ് ലിയോയിൽ തൃഷ അഭിനയിച്ചത്.